പേരൊന്നും പറയുന്നില്ല, പൊന്നാനി താലൂക്കിലുണ്ട് ഇഷ്ടംമാരുണ്ട്. അവരെയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും. അങ്ങനെ വലിയ വലിയ യുഗപുരുഷന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ചരിത്രം നമ്മൾ വിസ്മരിക്കണ്ട. ഗാന്ധിയെ ഓർമ്മിക്കണം, നെഹ്റുവിനെ ഓർമ്മിക്കണം, കൃഷ്ണപിള്ളയും ദാമോദരനെയും EMSനെയും AKGയെയും എല്ലാവരെയും ഓർമ്മിക്കണം. അവരുടെ ചരിത്രം പഠിക്കണം. ആ ചരിത്രത്തിലൂടെ എങ്ങനെ കേരളമുണ്ടായി, ഇന്ത്യ ഉണ്ടായി എന്ന് പഠിക്കണം. ചരിത്രം വിസ്മരിച്ചാൽ ജനാധിപത്യം തകരും. ചരിത്രം ഓർമ്മിച്ചാൽ ജനാധിപത്യം വളരും. ചരിത്രത്തിൻ്റെ വിസ്മൃതിയാണ് ഫാസിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഓർമ്മയില്ലാതെയായാൽ ഞങ്ങൾ വളരുമെന്ന് അവർക്കറിയാം, ഫാസിസ്റ്റുകൾക്ക്. അതുകൊണ്ട് ഈ ചരിത്ര ധ്വംസനം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ഭീമാകാരമായിട്ടുള്ള വിഷലിപ്തമായ സിദ്ധാന്തത്തിനെ നമ്മൾ എതിർത്തേ പറ്റൂ. ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ശത്രുക്കളാണ് RSS ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, SDP ആയാലും ശരി, ആരായാലും ശരി, ഒരുപോലെ എതിർക്കപ്പെടണം. RSSനെ കുറച്ച് പറഞ്ഞു വെച്ചിട്ട് പിന്നെ മറ്റവർക്ക് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിനെയും ഒരുപോലെ പറയണം, യാതൊരു സംശയവും വേണ്ട. അതിൽ രണ്ടും അപകടകാരികളാണ്. അത് ഈ അവർ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അറിയാം എന്താണ് ഇസ്ലാം, എന്താണ് ഹൈന്ദവ ദർശനം എന്നൊക്കെ ഉപനിഷത്ത് വായിച്ചാൽ അറിയാം. ബൈബിൾ എന്താ വായിച്ചാൽ ക്രിസ്ത്യാനി എന്താണെന്നറിയാം. അല്ലാണ്ട് ഇവർ പറയുന്ന മെത്രാന്മാർ പറയുന്ന ബിഷപ്പുമാർ പറയുന്നൊന്നുമല്ല ക്രൈസ്തവ സമൂഹം. ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മണിപ്പൂർ പോലെയുള്ള സംഭവ വികാസം, ഇപ്പം തന്നെ സംബാലിൽ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ? ഇപ്പം അവിടെ പ്രതിപക്ഷ നേതാവ് പോയപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് കടത്തിയില്ല. സംബാലിൽ എത്ര പേര് മരിച്ചു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച? പള്ളികൾ പൊളിക്കുന്നു. ഇതുതന്നെയാണ് ബംഗ്ലാദേശിലും ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾ പോയി. രണ്ടും ഒരേ മാതിരിയാണ്. അപ്പം ഇതിന് ലോക രാഷ്ട്രീയത്തിൽ തന്നെ തീവ്രമായ ഫാസിസ്റ്റ് ആശയങ്ങൾ വളർന്നു വരിക. നമ്മുടെ ഇന്ത്യയിൽ അതിന് പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല. എന്നിട്ട് പോലും ഇവർ 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു. അതിൻ്റെ കാരണം ഗഹനമായ രാഷ്ട്രീയം പറയാതെ ഉപരിപ്ലവമായ മതാശയങ്ങളും ഈ വിശ്വാസങ്ങളെയും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെന്നവർ മുൻകൂട്ടി അറിയുകയും അത് പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സാമുദായിക ചിന്ത, മതചിന്ത വളർന്ന് രാമനാണ് വലുത്, 3 നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ ഇന്ത്യക്കാർ. പക്ഷേ ഏത് രാമൻ എന്നാ പ്രശ്നം. ചോദ്യം ഇവിടെ നിങ്ങൾ ഗാന്ധിജിയുടെ ഒപ്പമാണോ, ഗാന്ധിജിയെ വധിച്ചവരുടെ ഒപ്പമാണോ എന്ന്, അതാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചോദ്യം ഇന്ന് ചോദ്യം ചോദിക്കണമോ വേണ്ടയോ എന്ന്. ആര് ചോദിക്കും ചോദ്യം? ഈ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും. ആ ചോദ്യത്തിലൂടെ ജനകോടികളുടെ കണ്ഠങ്ങളിൽ നിന്ന് ആ ചോദ്യം ആവർത്തിക്കപ്പെടണം. അതാണ് ഇടതുപക്ഷക്കാരിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു പ്രതികരണശേഷിയെ ജനങ്ങളിലേക്ക് വ്യാപരിപ്പിച്ച് ഊർജ്ജസ്വലമായ ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ട്, മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് മാറാൻ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സഖാക്കൾക്ക് കഴിയും. അതിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ മാനവിക ദർശനവും കൂടി അതിലൂടെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കീഴാള ജനസഞ്ചയത്തിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഈ രാഷ്ട്രത്തിലുണ്ടാകുമ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ ഫാസിസത്തിൻ്റെ പരാജയത്തിലെത്തും. അതിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അതിനെപ്പോഴും പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ഇനിയും വർദ്ധിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ലാലിസ്സലാം. സഖാക്കളെ, നമ്മുടെ സെമിനാർ അവസാനിക്കുകയാണ്. സെമിനാറിന് റോബോട്ടിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ റോബോട്ട് ഒരാളെ 2 നോക്കിയിട്ടില്ല, തുരുതര വെടിയ. ഇതൊക്കെ അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ മനുഷ്യരാശിയുടെ മോചനത്തിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? വെറുതെ ധർണ സമരം സിന്ദാബാദ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചിന്ത ഉണരണം. അല്ലാതെ എന്താ പറയുക, പ്രകാശ് കാരാട്ടിൻ്റെയോ D രാജയുടെയോ മാത്രം ചിന്ത ഉണർന്നിട്ട് ഒരു കാര്യമില്ല. ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ മഹാമനുഷ്യ സാഗരമാണ്. ഇന്ത്യയിലെ ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ എത്രയോ വരുന്ന കീഴാള ജനങ്ങളാണ്. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞത് 1.5% ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. 47 മുതൽ ഇതേവരെ ബ്രാഹ്മണ്യ ആധിപത്യ ഐഡിയോളജി.
പേരിന് ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നുവെങ്കിലും ഭരിക്കുന്നത് മുഴുവൻ ഈ ബ്രാഹ്മണ്യ ചാതുർവർണ്ണ്യ സംസ്കൃതിയുടെ വക്താക്കളാണ്. അപ്പം അവരാണ് ഈ തൊട്ടുകൂടായ്മ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, ഉച്ചനീചത്വമുണ്ട്, വഴി നടക്കാൻ പറ്റാത്ത വഴികളുണ്ട് ഉത്തരേന്ത്യയിൽ. കേരളത്തിലടക്കം എത്ര സമരങ്ങളുണ്ടായി വഴി നടക്കാൻ വേണ്ടിയിട്ടും ഉച്ചനീചത്വത്തിനെതിരായി. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നമ്മുടെ മുന്നിലില്ലേ? എന്നിട്ടും എന്തേ കേരളത്തിൽ ഇപ്പോഴും സാമുദായിക ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു? എന്തേ BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നു? ചിന്തിക്കണം ഇടതുപക്ഷ സഖാക്കൾ. ബോധവൽക്കരണമാണ് അതിൻ്റെ മാർഗം. രാമായണം എന്ന് പറയുന്നത് ഹിന്ദുത്വം പറയുന്ന രാമനല്ല രാമൻ, വാത്മീകിയുടെ രാമനാണ് രാമനെന്ന് ജനങ്ങളോട് പറയേണ്ടവൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നബി എന്ത് പറഞ്ഞു എന്ന് ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാരൻ പറയണം, ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ല പറയേണ്ടത്. അതിന് ഗഹനമായിട്ടുള്ള വിവരസമ്പാദന പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടണം. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നോക്കൂ, കെ ദാമോദരൻ, EMS നമ്പൂതിരിപ്പാട്, NE ബാലറാം, പി ഗോവിന്ദപ്പിള്ള, ഉണ്ണിരാജ, ആരെയൊക്കെ എടുത്തോളൂ അവരൊക്കെ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങളാണ്. രാമായണവും ഖുറാനും ബൈബിളും ഉപനിഷത്തൊക്കെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടും അവർ. ഇന്ന് പൊതുവേ ഇന്ത്യൻ സമൂഹത്തിൽ വായന കുറവാണ്. എന്നാലും വായന കുറഞ്ഞെങ്കിലും ഗഹനമായ വായന തീരെയില്ല. എന്നാൽ RSSന്റെ പ്രചരണം അവർ പറയുന്ന വശങ്ങൾ അവർ അടിവരയിട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. വാത്മീകിയുടെ രാമനല്ല രാമൻ, ഹിന്ദുത്വത്തിന്റെ രാമനാണ് രാമൻ എന്നവർ മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടയാളങ്ങളിലൂടെ അവർ ജനങ്ങളോട് ബോധവൽക്കരിക്കുന്നു. ഫാസിസം എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് അടയാളങ്ങൾ. അടയാളങ്ങൾ ഉപയോഗിച്ചാണ് മസ്തിഷ്കത്തിനെ അവർ ചേർത്ത് പിടിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റുള്ള കോൺഗ്രസ് പാർട്ടിയും ഒക്കെ കാൽനട ജാതിയും വാഹന പ്രചരണ ജാതിയും ഒക്കെ നടക്കുമ്പോൾ BJP നടത്തുന്നത് രഥയാത്രയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ രാഷ്ട്രീയം? എന്തേ കാൽനട ജാഥ നടത്താത്തത്? സൂര്യവംശത്തിലോത്തമൻ രഘുവംശ ചക്രവർത്തി ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ച രഥത്തിലൂടെ ഞങ്ങൾ വരുന്നു. ക്ലിയർ മെസ്സേജാണ് ഇന്ത്യൻ പോപ്പുലേഷന്, ക്ലിയർ സന്ദേശം. അതാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതിനെ നിസ്സാരവൽക്കരിക്കണ്ട. നമുക്കാണെങ്കിൽ രഥത്തിൽ കയറാനും പറ്റില്ല. അപ്പൊ നമ്മൾ നടന്നിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തണം. ഈ ഫാസിസ്റ്റുകൾ അത്ര വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. അത് നമ്മളാണ് അതിനെ ഏറ്റവും വലിയ ജാഗ്രതയോട് കൂടിയിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ടത്. മറ്റാർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇപ്പൊ കോൺഗ്രസിന്റെ കഥ ഇവിടെ സഖാവോട് പറഞ്ഞു. ഇടതുപക്ഷം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ രാഷ്ട്രമില്ല. നവോത്ഥാന കാലഘട്ടത്തിൽ ഗുരുദേവനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ചട്ടമ്പിസ്വാമികളും അങ്ങനെ ഒരുപാട് പേർ അവര് ഉന്നയിച്ചിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളും സിദ്ധാന്തങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ വ്യാപരിപ്പിക്കുന്നതിന് ഏറ്റവും അധികം ശ്രമിച്ചതാര്? ഒരാളോ രണ്ടാളോ അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഖാക്കളാണ്. അതൊന്നും നമ്മൾ വിസ്മരിക്കേണ്ട. അത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും കാലഘട്ടം ആവശ്യപ്പെടുന്നു. പക്ഷെ എളുപ്പപ്പണിയല്ല, എന്ന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. സമ്മേളനങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഈ ഭഗീരഥ പ്രയത്നത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. അല്ലാതെയൊന്നും ഈ ഫാസിസം പരാജയപ്പെടുകയില്ല. നമ്മൾ എപ്പോഴും ഈ ജനസഞ്ചയത്തിനെ BJPക്കാർ അണിനിരത്തുമ്പോൾ അതിനെതിരായിട്ടൊരു മഹാജനസഞ്ചയം, സ്ത്രീകള്, കുട്ടികള്, വിദ്യാർത്ഥികളെ, യുവാക്കളെ, തൊഴിലാളികളെ, കർഷക തൊഴിലാളികൾ അടങ്ങുന്ന മഹാമുന്നണിയില്ലേ, ആ മുന്നണിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. ആ മുന്നണിയുടെ ഒരു സമരമാണ് ഒരു കൊല്ലം നീണ്ടുനിന്ന കർഷക സമരം നമ്മൾ കണ്ടത്. ആ മുന്നണിയുടെ ഒരു സമരമാണ് ഷഹീൻബാദിലെ സ്ത്രീകൾ 6 മാസം നീണ്ടുനിന്ന സമരം നടത്തിയത്. ആ മുന്നണിയുടെ സമരമാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികളിൽ 3 കൊല്ലം മുമ്പ് സമരം നടത്തിയത്. അത്തരത്തിലുള്ള സമരമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അതാണ് ഇടതുപക്ഷം നയിക്കേണ്ട സമരം. ആ സമരത്തിലൂടെ RSSനെ പരാജയപ്പെടുത്താൻ പറ്റൂ. RSSന് ഏറ്റവും പേടിയാരിയ മനുഷ്യന്റെ ശക്തിയെ ഇത്രമാത്രം പേടിക്കുന്ന ഒരു സംഘടനയില്ല ലോകത്ത് ഫാസിസ്റ്റുകളെ പോലെ. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ മാത്രം മനുഷ്യന്മാരാണെന്ന് പറയുന്നത്. ബാക്കിയൊന്നും മനുഷ്യരല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ മാത്രം മനുഷ്യർ, ഞങ്ങൾ പറയുന്നത് മാത്രം ആശയം, ബാക്കിയൊക്കെ തിന്മയുടെ ആശയം. അതാണ് മുസോളിനി പറഞ്ഞത്, നാഷണാലിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ദ സ്റ്റേറ്റ്. രാഷ്ട്രം തീരുമാനിക്കും എന്താണ് ദേശീയത എന്ന്. അതന്നെ ഇപ്പൊ ഇവിടെ നടപ്പിലാക്കുന്നു. നേരെ മറിച്ചാ വേണ്ടത്, രാഷ്ട്രം തീരുമാനിക്കും എന്താണ് ദേശീയത എന്നാണ് മുസോളിനി പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയിൽ എന്താ പൗരത്വ ഭേദഗതി വന്നു,
ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രവാദം വരുന്നു, ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. മോഹൻ ഭാഗവത് 4 മാസം മുമ്പ് പറഞ്ഞ എന്താ? ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല, ദിസ് ഈസ് ഓൾറെഡി എ ഹിന്ദു സ്റ്റേറ്റ് എന്നാ പറഞ്ഞത്. ആരും ശ്രദ്ധിച്ചില്ല പ്രസ്താവന. അവർ ഈ ചെറിയ മോഹൻ ഭാഗവത് കൊല്ലത്തിൽ 2 പ്രസംഗം നടത്തും, ഒന്ന് വിജയദശമി ദിവസം, ഒന്ന് രാമനവമി ദിവസം. ആ 2 പ്രസംഗവും ശ്രദ്ധിച്ചോളൂ, ഗഹനമായിട്ടുള്ള അവരുടെ വശത്തുള്ള ചിന്തകളാണ്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുക. പണ്ട് കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഗ്രാമാന്തരങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ആശയപ്രചരണം നടത്തിയിട്ട് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് എന്താ? മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യം. ഇന്ത്യ ഭരിക്കുന്നത് 10-15 കുടുംബങ്ങളാണ്. 15 എന്നുള്ളത് ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നു. ആ മൂലധന ശക്തികളാണ് ഏറ്റവും വലിയ സമഗ്രാധിപത്യത്തിന്റെ വാഴ്ച നടത്തുന്നത്. അത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങിയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇന്ന് ആ മൂലധന ശക്തികൾ തീരുമാനിക്കും എന്ത് നടക്കണം ഈ രാജ്യത്ത് നിന്ന്, എന്താണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ, സാമ്പത്തിക ഘടന എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. പ്രധാനമന്ത്രി എന്ത് പറയണം, എന്ത് പറയേണ്ടെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു വശത്ത് മതമൗലികവാദികളും ഒരു വശത്ത് മൂലധന ശക്തികളും. ഇതിനുള്ള സമ്മേളനത്തിനെയാണ് ഫാസിസം എന്ന് പറയുന്ന മുസോളിനി എഴുതി വെച്ചിട്ടുണ്ട്. 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു വ്യവസായി ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം നടത്തി. 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം. നമ്മളെല്ലാം ഇന്ത്യയിലെ മാർക്ക് സുക്കൻബർഗിൻ്റെ കണക്ക് പ്രകാരം 85 കോടി ആൾക്കാർക്കും ഫേസ്ബുക്ക് ഉണ്ട് കേട്ടോ. എല്ലാ 85 കോടി ജനങ്ങളും ആനന്ദ് അംബാനിയുടെ ഈ കല്യാണം ഇങ്ങനെ റീൽസ് കണ്ടിങ്ങനെ ചിരിച്ച് ആഹ്ലാദിച്ചിരുന്നു. നിങ്ങളും ഞാനും എല്ലാവരും. മറുവശം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ ഇന്ത്യയിൽ അമർത്യാസെൻ്റെ കണക്ക് പ്രകാരം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും 30% ആൾക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. ആര് ചിന്തിക്കാൻ അവരെക്കുറിച്ച്? ഇവിടെയല്ലേ ഇടതുപക്ഷം കയറി വരേണ്ടത്? ഇവിടെയല്ലേ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി? മാർക്സിസത്തിന് ഏറ്റവും പ്രസക്തിയുള്ള മണ്ണാണിത്. തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ വർധനവ്, സ്ത്രീകളെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, സാമൂഹിക അസമത്വം, സാമ്പത്തിക അസമത്വം എല്ലാം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 5000 കോടി രൂപ മുടക്കിയിട്ട് ഒരാളെ വിവാഹം നടത്തുമ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം തന്നെ ഇല്ല. ശൗചാലയമില്ലാത്ത 22% ഇന്ത്യൻ ജനത, പാർപ്പിടമില്ലാത്തവർ, ദളിതരെയും ആദിവാസികളെയും ലക്ഷക്കണക്കിന് പേരെ കുടിയൊഴിപ്പിക്കുന്നു. ഭൂമിയില്ലാത്ത കോടിക്കണക്കിന് ജനത, പട്ടിണിയും പരിവട്ടവുമായിട്ട് പോഷകാഹാരക്കുറവ് മൂലം ലോകത്തിൽ ഏറ്റവും അധികം കുട്ടികൾ മരിക്കുന്ന രാജ്യം ഇന്ത്യ. എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം? ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചായി പറയുന്നത്? ഏത് ജനാധിപത്യത്തെക്കുറിച്ചായി പറയുന്നത്? ഇതൊക്കെയാണ് പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ EMS ഒരു ദിവസം 4 ലേഖനം എഴുതുക. 4 കൈയുണ്ട് തോന്നുന്നു ലേഖനം എഴുതാൻ. 4 കൈയൊന്നല്ല, 2 കൈയൊന്നും, 1 കൈകൊണ്ട് തന്നെ എഴുതുള്ളൂ. പിന്നെ അവസാന സമയത്ത് 5 ആൾ വന്നിരിക്കും. 5 പത്രങ്ങൾ, 5 ഓരോരുത്തർക്കും ഓരോ വിഷയത്തിനെ കുറിച്ച്, ഒരാൾക്ക് ഒരു വാചകം, അടുത്ത ആൾക്ക് വേറൊരു വാചകം, അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു. അത് അസാമാന്യ പണ്ഡിതനായുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം എഴുതി? ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിലേക്ക് ആശയങ്ങളെ കടത്തി ചെല്ലാൻ. ആശയപ്രചരണത്തിന്റെ ഏറ്റവും വലിയൊരു കാലഘട്ടമാണിത്. ഇവരിപ്പോൾ നേരത്തെ പറയുന്നത് നമ്മളറിയാം, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സംഘപരിവാർ ഏറ്റവും അധികം കൂട്ടുപിടിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ്. ക്ഷേത്രകലകളെ അവർ കൂട്ടുപിടിക്കുന്നു. മലയാളികളുടെ പഴയ കലാപ്രകടനങ്ങൾ മുഴുവൻ അവർ തിരിച്ചു. അതൊക്കെ നല്ലതാണ്. കലാപ്രകടനമൊക്കെ നമുക്ക് മോഹിനിയാട്ടും ഭരതനാട്യമൊക്കെ നമുക്കും ഇഷ്ടമാണ്. പണ്ടിതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ, എനിക്ക് ഓർമ്മയുണ്ട്, കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടും ഭരതനാട്യമൊക്കെ നടക്കുമ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ അത് മുന്നിൽ കാണാതിരിക്കുക EMS വെച്ചു തന്നെ. ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടെ ഇരിക്കുന്നത് തന്നെ. അന്ന് അച്ഛൻ കലാമണ്ഡലത്തിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന സമയത്ത്. അന്ന് കലാസ്വാദനത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ ഇവര് ഈ സംഘപരിവാർ കൊണ്ടുവരുന്നത് എങ്ങനെയാ? ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് 4-5 വർഷമായിട്ട് ക്ഷേത്രകലകളെ പുനർജീവിപ്പിച്ചു. അവിടെ കൂടുന്ന സ്ത്രീകളോട്, ഇപ്പൊ 100 സ്ത്രീകൾ വന്ന ഒരു തിരുവാതിരക്കളി, വേറൊരു സ്ത്രീകൾ വന്ന് മോഹിനിയാട്ടം, അവരോട് പറയുന്നത് ഇതൊക്കെ കളിച്ചതിന് ശേഷം പറഞ്ഞു, പിന്നെ നമ്മുടെ കാര്യം ഓർക്കണം കേട്ടോ, നമ്മൾ ഒറ്റപ്പെടും കേട്ടോ ഹിന്ദുക്കള്, ബാക്കി എല്ലാവരും സംഘടിച്ചു. അവിടെയാണ് പ്രശ്നം. മനുഷ്യനെ എല്ലാവർക്കും വേണ്ടത് ഹിന്ദു മത മൗലികവാദത്തിനെയാണ് വേണ്ടത്.
ആ വലയിൽ കുടുങ്ങുന്നു ബഹുഭൂരിഭാഗം ജനതയും. അതാണ് കേരളത്തിലും സംഭവിച്ചത്, ഇന്ത്യയിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് നമ്മൾ ആശയപ്രചരണം നടത്തണ്ടേ? മൂലധന ശക്തികളായിട്ടുള്ള അംബാനി അഡാനി ഒന്നും പോയിട്ട് നമുക്കിപ്പോൾ അവിടെ സമരം ചെയ്യാനൊന്നും പറ്റുന്ന കരുതണ്ട. പക്ഷേ രാഷ്ട്രത്തിൻ്റെ ബഹുജന സഞ്ചയത്തിനെ അണിനിരത്താനുള്ള വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറേണ്ട കാലഘട്ടമാണത്. പാർട്ടി കോൺഗ്രസ്സുകൾ മധുരയിൽ CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസും CPI-യുടെ അടുത്ത സെപ്റ്റംബറിൽ ചണ്ഡീഗറിലൊക്കെ വെച്ച് നടക്കുമ്പോൾ പല പാർട്ടി കോൺഗ്രസിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് കൂടുതൽ ഗഹനമായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകണം. ഇടതുപക്ഷം മനുഷ്യമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്ര മാർക്സിസം കാലഹരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കുറേ കാലമായി പറയുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മാർക്സിസം കാലഹരണപ്പെടുകയില്ല. മാർക്സിസത്തിനെ പ്രായോഗികവൽക്കരിച്ച രീതിക്കാണ് അപകടം പറ്റിയത്. മാർക്സിസം എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പ്രത്യയശാസ്ത്രമാണ്. മാനവികതയാണ് മാർക്സിസത്തിൻ്റെ അന്തസത്ത. ആ മാനവികത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ തന്നെപ്പോലെ മറ്റുള്ളവരെ കാണുമ്പോൾ അവിടെ അപരനില്ല. ഹിന്ദുത്വവാദികൾക്കും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കും അപരനെ സൃഷ്ടിക്കണം. ജമാഅത്തെ ഇസ്ലാമിക്കും RSSനും അപരൻ വേണം. അവൻ എൻ്റെ ശത്രുവാണെന്ന് പറയാൻ. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശത്രു ആരുമല്ല. അതാണ് ഇപ്പോൾ സഖാവ് പറഞ്ഞത്. ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിമിനെതിരാണ്, ക്രിസ്ത്യാനിക്കെതിരാണ്. ഇത് മനഃപൂർവമായൊരു പ്രചരണമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാവരുടെയും മിത്രമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ആശയപരമായി എതിർക്കുന്നത് ഈ ഫാസിസ്റ്റ് വർഗീയ സംഘടനകളെയാണ്. ആശയപരമായിട്ട് അതെന്നും എതിർത്തുകൊണ്ടിരിക്കും. അത് എതിർക്കാതെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിന് കോംപ്രമൈസ് പാടില്ല. അതാണ് നമ്മുടെ ആചാര്യന്മാരുടെ പുസ്തകങ്ങളിൽ മുഴുവൻ പറയുന്നത്. അപ്പം അസന്നിഗ്ധമായ കോംപ്രമൈസ് ഇല്ലാത്ത പോരാട്ടമാണ് രാഷ്ട്രം ആവശ്യപ്പെടുന്നത്. അത് ഈ മൂലധന ശക്തികളുടെ രാഷ്ട്രീയമാണ് ലോകത്തിനെ ഭരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഇപ്പോൾ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള ട്രംപ് എംപയർ. അമേരിക്കയിലെ തന്നെ ആദ്യത്തെ 10 കോടീശ്വരിൽ ഒരാളാണ് ട്രംപ്. ഏറ്റവും വലിയൊരു വ്യവസായിയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ഏകാധിപതികളെയും കുറെ പൈസ ഉള്ളവരൊക്കെയാണ്. കമലാ ഹാരിസ് മാർക്സിസത്തിനെ അനുകൂലിച്ച് 2 പ്രസംഗം നടത്തി. കമലാ ഹാരിസ് മനുഷ്യ സമത്വത്തിനെ കുറിച്ച് പ്രസംഗിച്ചു. പോയി. പല ഘടകങ്ങളും ഉണ്ട് അവരുടെ തോൽവിക്ക്. പക്ഷെ ഇതൊരു ഘടകമായിരുന്നു. ഇപ്പൊ ട്രംപിനെ വേണം, നെത്യാനെഹുവിനെ വേണം, ഒർദോഗാനെ വേണം, നരേന്ദ്രമോദിയെ വേണം. അങ്ങനെ ബർമയിലെ ഏകാധിപതി, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ സൗത്ത് കൊറിയയിലും പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. എല്ലായിടത്തും പട്ടാള ഭരണവും ഏകാധിപത്യവും. ജനങ്ങൾ ബഹു സന്തോഷം. എന്തൊരു സുഖം. ജനാധിപത്യം വേണ്ട. അങ്ങനത്തെ ഒരു ലോകം വരുമ്പോൾ ഫാസിസ്റ്റുകളല്ലേ വിജയിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അതിന് എതിരായിട്ട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ വിജയിച്ചു. പെറുവിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പതാകകൾ അവിടെ പാറി നടക്കാതിരിക്കുന്ന അധികാരത്തിൽ വരുന്നു. അതൊരു ശുഭോദർക്കമായ കാര്യമാണ്. പ്രകൃതി സംരക്ഷണത്തിന് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ രാഷ്ട്രീയം തന്നെ പ്രകൃതിയോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയമാണ്. പ്രകൃതിയെ വിട്ടിട്ടുള്ളൊരു രാഷ്ട്രീയം കളിച്ചാൽ പിന്നെ പ്രകൃതി തന്നെ ഉണ്ടാവില്ല കേട്ടോ. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഴുവൻ പ്രകൃതിയെ സംരക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും പ്രകൃതിയെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത നയങ്ങളിൽ മാറ്റം വരുത്താം. പക്ഷേ അടിസ്ഥാനപരമായിട്ടത് മനുഷ്യനെതിരാകരുത്. വികസനം എന്നുള്ളത് മനുഷ്യന് വേണ്ടിയിട്ട്, അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് എഴുതി വെച്ച ആളുടെ പേര് കാറൽ മാർക്സ് എന്നാണ്. വികസനം എപ്പോഴും മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യനെ ഉപദ്രവിക്കാത്ത തരത്തിൽ. അതാണ് ഇപ്പോൾ നമ്മുടെ റോഡ് വികസനമൊക്കെ ഇപ്പോൾ കേരളത്തിൽ നടക്കുമ്പോഴും ആ റോഡിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയൊക്കെ പ്രതീക്ഷിക്കാത്തതിലും വലിയ തുകയൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആ വികസന കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രതിബദ്ധത, ഇച്ഛാശക്തി നമ്മുടെ സഖാക്കൾ കാണിക്കണം, പ്രവർത്തകന്മാർ കാണിക്കണം. അല്ലെങ്കിൽ ബൂർഷ്വ മാധ്യമങ്ങൾ, മറ്റ് ബൂർഷ്വ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നമുക്കെതിരായിട്ടുള്ള ആശയപ്രചരണം നടത്തും. ഒറ്റ വാർത്താമാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന വാർത്താമാധ്യമങ്ങൾ ഇന്ത്യയിലില്ല. ദേശാഭിമാനിയും ജനയുഗം പാർട്ടി പത്രങ്ങളായിട്ട് പിന്തുണയ്ക്കുന്നു. ബാക്കി ഒരു ചാനലുകളുമില്ല, പത്രങ്ങളുമില്ല. ചാനൽ കൈരളി ഉണ്ടാകാം. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ആശയം നമ്മളല്ലാതെ ആര് പ്രചരിപ്പിക്കും?
അതുകൊണ്ട് നിരന്തരമായ കോർണർ യോഗങ്ങൾ, നിരന്തരമായ ആശയപ്രചരണം, ഇതൊക്കെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. സംഘപരിവാറിനെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. അപ്പൊ വലിയൊരു ബോധവൽക്കരണത്തിന്റെ കാലഘട്ടമാണ്. പശുവിന്റെ മാംസം കഴിച്ചിട്ട് എത്ര കുട്ടികളെ കൊന്നു? ആരെങ്കിലും മിണ്ടിയവിടെ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്തെല്ലാം പ്രാകൃതമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇന്ന് നടക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് മതമൗലികവാദത്തിന്റെ ഏറ്റവും വലിയ ശക്തി പ്രാപിക്കൽ, മറുഭാഗത്ത് മൂലധന ശക്തികൾ മതമൗലികവാദികളെ വളർത്തിക്കൊണ്ടുവരുവാൻ കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കുക. അവരുടെ സംഭാവനയൊന്നും പറയണ്ട. പരസ്യമായ അഴിമതി, പരസ്യമായ സ്വജനപക്ഷപാതം, പരസ്യമായിട്ടുള്ള അധികാര പ്രമത്തത, അങ്ങനെയുള്ളൊരു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയില്ലേ? ഇന്ത്യ ഗവൺമെന്റ് ഈസ് ദ ബിഗസ്റ്റ് ഡീലർ. അതാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എഴുതുന്നത്. ഇപ്പോൾ ദ ബിഗസ്റ്റ് ഡീലർ ഓഫ് ഇന്ത്യൻ ബിസിനസ് ഇസ് ഇന്ത്യ ഗവൺമെന്റ്. ആ ഡീലർഷിപ്പിന്റെ ഒരു ഘടകമാണ് എന്ത്? ഇലക്ടോറൽ ബോണ്ട്. ഇങ്ങോട്ട് തരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ചുരുക്കത്തിനത്ര ഇങ്ങോട്ട് തന്നോളൂ, അപ്പം നിങ്ങളെ രക്ഷപ്പെടുത്താം. വയനാട്ടിൽ മത്സരിച്ച സ്ത്രീയുടെ ഭർത്താവ് അടക്കം കൊടുത്തില്ലേ 170 കോടി രൂപ രക്ഷപ്പെടാൻ. ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. എന്തൊരു വൃത്തിഹീനമായ പൊളിറ്റിക്സ്, എന്തൊരു മലീമസമായ പൊളിറ്റിക്സ്. ചിന്തിപ്പിക്കേണ്ടതാരാ? നമ്മളല്ലേ. എളുപ്പമൊന്നും ചിന്ത തലേ കയറില്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ചിന്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിൽ സമൂലമായ മാറ്റം വരുത്തിയിട്ട് അവസാനം ഇപ്പോൾ ഗുരുദേവൻ എവിടെയായി? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ഗുരുദേവൻ എവിടെയാ? 2 കിലോമീറ്റർ ഇടപെട്ട് കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവിടെയായി ഗുരുദേവൻ. അപ്പൊ എല്ലായ്പ്പോഴും ഈ ചിന്തയെ നവീകരിക്കണം. പണ്ട് ഗുരുദേവൻ പറഞ്ഞു വരുന്നിട്ട് കാര്യമില്ല. മാർക്സ് മത പറഞ്ഞത് ഭൂതകാലത്തിലെ നോസ്റ്റാൾജിയയിൽ ഇരുന്നു കൊണ്ട്, ഗ്രഹാതുരത്വത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മാർക്സിസത്തിനെ കുറിച്ച് പറയാതെ മാർക്സിസത്തിനെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ച് മുന്നേറുമ്പോൾ ജനലക്ഷം നിങ്ങളുടെ പിന്നിലുണ്ടാകും. അതിന് പല മാർഗങ്ങളിൽ ലെനിനും മാർക്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നവീകരണ പ്രക്രിയയാണ് വേണ്ടത് ഇവർക്കെതിരെ പോരാടാൻ, ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ. കാരണം അവർ പേടിക്കുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് മാർക്സിസം. മാർക്സിസ്റ്റ് സിദ്ധാന്തം ലോക ഫാസിസത്തിനെ പരാജയപ്പെടുത്തിയ സിദ്ധാന്തമാണ്. അത് അവർക്കറിയാം. ഹിറ്റ്ലറുടെ പരാജയവും മുസോളിനിയുടെ പരാജയമൊക്കെ. ഏകാധിപത്യത്തിനെതിരായിട്ട് പോരാടുന്ന ദർശനമാണ് മാർക്സിസം. എന്നാൽ അവരെക്കാൾ കൂടുതൽ അറിയുന്നവരില്ല. സാമൂഹിക സമത്വത്തിന് വേണ്ടി, സാമ്പത്തിക സമത്വത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പ്രസ്ഥാനമെന്ന് അവർക്കറിയാം. അത് എങ്ങാനും ആ ആശയത്തിൻ്റെ ചൈതന്യവത്കരിക്കപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ സിദ്ധാന്തമായി അണപൊട്ടി ഒഴുകിയാൽ അവർക്ക് നിക്കക്കള്ളിയില്ല എന്നറിയുന്നത് കൊണ്ടാണ് അവർ ഇന്ത്യൻ ജനകോടികളുടെ മസ്തിഷ്കത്തിലെ പുരാണത്തിലും മതത്തിലും ദൈവത്തിലും പിടിച്ചു കിട്ടുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയത്തിനെ കാണേണ്ടത്. അപ്പം നമ്മുടെ മുന്നിൽ നമുക്ക് വലിയൊരു ആയുധ കവച കുണ്ടലങ്ങളുണ്ട്, ഈ മാർക്സിസ്റ്റ് സിദ്ധാന്തം. അതിനോടൊപ്പം ഗാന്ധിസത്തിനെ അങ്ങോട്ട് ചേർക്കുക. ഗാന്ധിജിയുടെ മാനവികതയെ എതിർക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. ഗാന്ധിജിയുടെ മാനവികത, സാഹോദര്യം, സഹിഷ്ണുത, മാർക്സിസത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ദർശനങ്ങൾ, ഇതും കൂടി കലർത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്നാണ് പല ചരിത്ര പണ്ഡിതന്മാരും പറയുന്നതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം ചില ലേഖനങ്ങളിൽ പറയുന്നതും. അപ്പം അത്തരത്തിലുള്ള ഒരു ദിശാബോധത്തിലൂടെ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഫാസിസത്തിനെ ഭേദിച്ചു മുന്നേറാൻ. അസംയുക്തമായ സമരമേ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഇപ്പം 63 സീറ്റ് തോറ്റത് കൊണ്ടല്ലേ ഇപ്പം മുന്നേ കുറച്ചെങ്കിലും ഒന്ന് ശൗര്യം അടങ്ങിയത്. എന്താ ഇപ്പം മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്? വായിച്ചോ? ഒന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഗഹനമായ പഠനം നടത്തൂ. മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ച് ഇന്നലെയും മിഞ്ഞാന്നും കൂടി ഞാനും കൂടി സംസാരിക്കുന്നത്. മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ഈ ഭീകരത. വൈകുന്നേരം 5 മണി 6 മണിക്കൊക്കെ പോളിംഗ് നിർത്തുമ്പോൾ ആകെ 60%, 65% ആയിരുന്നുവെങ്കിൽ ആ ക്യൂവിൽ നിന്ന ആൾക്കാരൊക്കെ വോട്ട് ചെയ്യണല്ലോ. പക്ഷെ പോളിംഗ് അവസാനിച്ചത് രാത്രി 11 മണിക്ക്. കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും. ഈ 5 മണി മുതൽ 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് 8% പോളിംഗ് നടന്നിട്ടുള്ളത്, വോട്ട്. ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പോളിംഗ് ക്ലോസ് ചെയ്ത സമയത്ത് ആ ക്യൂവിൽ നിൽക്കുന്നവരും കൂടി വോട്ട് ചെയ്താൽ പരമാവധി 1% വർധന ഉണ്ടാവുക. അത് 8%.
ഇവിടെയൊക്കെ ഒരു പ്രാവശ്യം പ്രഭാഷണത്തിന് വന്ന പരകാല പ്രഭാകർ ഇന്നലെയും ഞാൻ നോക്കിയിട്ട് പല വീഡിയോസും ഇറക്കിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ. രഘുറാം രാജനും ഇറക്കിയിട്ടുണ്ട്. 65 ലക്ഷത്തോളം വോട്ട് പോൾ ചെയ്തിട്ട് ഈ ഒരൊറ്റ 5 മണി മുതൽ 11 മണിക്കൂറിൽ 62 ലക്ഷം വോട്ടാണ് വരുന്നത്. എവിടുന്ന് വരുന്നു? ഇതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്. ഒരാൾ ചോദിക്കാനില്ല. ആലോചിച്ച് നോക്കണ്ടേ, എവിടേക്കാ ജനാധിപത്യം പോകുന്നു? ഇതാണ് ഫാസിസം. മിണ്ടുന്നില്ല ആരും. മിണ്ടാത്തതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോണ്ട. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കിയിട്ട് കാര്യങ്ങൾ പകർത്തിയെടുക്കുക എന്നുള്ള രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽക്കാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ഇൻ്റലിജൻസ് ബ്യൂറോവിന് അറിയാം. നെഹ്റുവിൻ്റെ കാലത്ത് സ്വകാര്യതയിലേക്ക് ആരും ഇറങ്ങി ചെല്ലില്ല, ശാസ്ത്രിയുടെ കാലഘട്ടത്തിലൊന്നും. ആ രാഷ്ട്രീയം ഒരു വൃത്തിഹീനമായ രാഷ്ട്രീയ. ഇന്ന് ഫാസിസ്റ്റ് ഭരിക്കുന്ന ഇന്ത്യയിൽ അതിന് മുന്നേയുള്ള UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ ആരംഭിച്ചതോടുകൂടി മനുഷ്യൻ്റെ സ്വകാര്യതയെപ്പോലും അവർ എത്തി നോക്കും. നിങ്ങളെന്താണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ തന്നെ പല നേതാക്കന്മാർക്കും മിണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ഇവർ എഴുതുന്ന ലേഖനങ്ങളിലുള്ള കാര്യം, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നതല്ല. അത്രമാത്രം മൂലധനങ്ങൾ ഇവർ സമാഹരിച്ചു രാഷ്ട്രീയ ജീവിതത്തിലൂടെ. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രത്യേകത. ഇലക്ടോറൽ ബോണ്ട് വാങ്ങാത്ത 2 പാർട്ടി CPIM. അപ്പം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് ഇന്നും പ്രസക്തിയുണ്ട്. ആ രാഷ്ട്രീയം നമ്മളെ വിട്ട് പോയിട്ടൊന്നുമില്ല. അതിലേക്ക് തിരിച്ചു വന്നല്ലാതെ ഈ പുരാണങ്ങളും മതവും വിശ്വാസവും ഒക്കെ ജനങ്ങളോട് യഥാർത്ഥ രീതിയിൽ പറഞ്ഞു കൊടുത്തല്ലാതെ ഫാസിസത്തിൻ്റെ മുന്നിൽ അസന്നിഗ്ധ പോരാട്ടം നടത്താൻ സാധിക്കില്ല. ലെനിൻ പറഞ്ഞത് ശരിയാണ്, ചെഗുവേര പറഞ്ഞത് ശരിയാണ്, എംഗൽസ് പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ ശരി, ആരും നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ മാറഞ്ചേരിയിൽ കൂടെ സിന്ധു, ഞാനും കുഞ്ഞുമൊക്കെ ലെനിൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താ? പണ്ടെനിക്ക് ഓർമ്മയുണ്ട് 1980-കളിലൊക്കെ 90-കളിലൊക്കെ ഞാനൊരു പ്രസംഗം നടത്തുമ്പോൾ 3 മണിക്കൂറാവും പ്രസംഗിക്കുക. അതിൽ 1 മണിക്കൂർ സോവിയറ്റ് യൂണിയനിലേക്ക് നോക്കൂന്നാണ് ഞാൻ പ്രസംഗിക്കുക. ഇപ്പോഴും ഓർമ്മയുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് പ്രഭാഷണമൊക്കെ മാറണം, വേണ്ടെന്നല്ല. നമ്മൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായ കാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ആ മൂലധന ശക്തികൾക്കെതിരെ, മതമൗലികവാദികൾക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു നവീകരണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരണം. അതാണ് യുവത്വത്തിൻ്റെ പങ്ക്, ഈ യുവജന സംഘടനകളുടെ പങ്ക്. DYFI ആയാലും SFI ആയാലും AVF ആയാലും ആരായാലും. ആ യുവത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ജ്വാലയാണ്. അവർക്ക് ഭാവന വേണം, അവർക്ക് ചിന്താശക്തി വേണം. ആ ഭാവനയാണ് രാഷ്ട്രത്തിനെ ആളിക്കത്തിക്കുക. പുതിയ പുതിയ സമരരീതികൾ വേണം. അങ്ങനെയാണ് ഫാസിസത്തിനെ പരാജയപ്പെടുത്തുക. RSSൻ്റെ ബഹുഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാണ്. നമ്മളൊന്ന് ആത്മപരിശോധന നടത്തണം ഈ സമയത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്ന ചെറുപ്പക്കാർ എവിടെ പോയി? ആലോചിക്കണം. പോയിട്ട് എവിടെയൊന്നുമില്ല, പക്ഷെ അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഇതൊക്കെ വലിയൊരു ബോധവൽക്കരണ പ്രക്രിയയുടെ ഇല്ലായ്മയുടെ ഫലമായിട്ടാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്, ഓരോരുത്തർക്കും സർഗാത്മകതയുണ്ട്, സർഗചൈതന്യമുണ്ട്. നമ്മളൊക്കെ ശരിക്കും ആശങ്കപ്പെടണം, എന്താകും ഈ രാജ്യം. നമ്മളൊക്കെ ഇനി 10-25 കൊല്ലം ജീവിക്കാൻ ഇട വന്നു എന്ന് കരുതുക. പലതും കാണേണ്ടി വരും ഈ നാട്ടിൽ. ഭീകരമായ സംഭവ വികാസങ്ങൾ കാണേണ്ടി വരും ഇവരുടെ ഭരണം തുടർന്നു കഴിഞ്ഞാൽ. അപ്പം അതിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ നമ്മുടെ മുന്നിലുള്ള 3-4 ഉപാധികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയും മണ്ണും വനവും വെള്ളവും ഒക്കെ ചൂഷണം ചെയ്ത് മനുഷ്യൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രകൃതി വിഭവങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവിതത്തിനെ ദുസ്സഹമാക്കുന്ന ഈ മൂലധന സമഗ്രാധിപത്യത്തിനെതിരെ പോരാടണം. ഇപ്പം പുതിയ പേരിട്ടുണ്ട് മൂലധന ശക്തികൾ രോഗരാഷ്ട്രീയത്തിന്. പണ്ട് ഇറ്റാലിയൻ തത്വചിന്തകനായിരുന്ന ഒരു കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മിഷേൽ ഫൂക്കോ എന്ന് പറയുന്ന ആൾ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ ഒരു ആഫ്രിക്കൻ ചിന്തകൻ, താൻസാനിയക്കാരനോ ഏതൊരു ചിന്തക രാജ്യത്തിലാണ്,
അഷാൽ ഗിംബോ എന്ന് പറയുന്ന ഒരാൾ ഒരു പുതിയ പേരിട്ട് കൊടുന്നു. അത് ആ പേരിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, നെക്രോപൊളിറ്റിക്സ്. നെക്രോപൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൃത്യു രാഷ്ട്രീയം. മരണം കണ്ട് ചിരിക്കുന്ന ഭരണാധികാരികൾ, മരണം കണ്ട് ചിരിക്കുന്നവരായി പറഞ്ഞ രാജ്യങ്ങളിലെ മുഴുവൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാരും. കർഷക സമരത്തിൽ 700 പേര് മരിച്ചു, ഇയാളിരുന്ന് ചിരിച്ചു, അവിടേക്ക് പോയി നോക്കിയില്ല. എന്നിട്ടും ഇന്ത്യൻ ജനത അയാളെങ്ങനെ വലിയ സ്തുതിക്കുക. മനുഷ്യന്റെ ചിന്താഗതി മാറുന്നു നോക്കൂ. മനുഷ്യനോട് പ്രതിപത്തിയില്ല. അവനവന്റെ സുഖസൗകര്യങ്ങൾ, അവനവന്റെ ജീവിതം, അങ്ങനെ അവനവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. ആ മാർക്സിസത്തിന് നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള ചാലകശക്തിയാണ്. മാർക്സിസം എത്രയോ തെളിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ സംശുദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഇപ്പം കേരളത്തിൻ്റെ പൊതുബോധം ഇടതുപക്ഷത്തിന് അനുകൂല. ഒരു ഇലക്ഷന് തോറ്റു എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇലക്ഷന് തോൽക്കലും ജയിക്കലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ 1800കളുടെ മധ്യകാലഘട്ടം മുതൽക്ക് ഇന്നേ വരെ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ പൊതുബോധം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് അനുകൂല. ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നല്ല, ഇടതുപക്ഷം തന്നെ വിശാലമായ മാനവികത, സാഹോദര്യം, സമത്വം, സഹിഷ്ണുത, അതൊക്കെയാണ് ഇടതുപക്ഷം. അതിനെ ഉയർത്തിപ്പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അപ്പം ആ ഇടതുപക്ഷ പൊതുബോധമുള്ള കേരളത്തിൽ ഇനിയും ഈ ദർശനത്തിന് പ്രസക്തിയുണ്ട്. അസന്നിഗ്ധമായ പോരാട്ടങ്ങളിലൂടെ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റും. ജനങ്ങളുമായ സമ്പർക്കം, വിനയപൂർവമായുള്ള പെരുമാറ്റം, ജനങ്ങളോട് ഏറ്റവും അടുത്തിടപാടുകൾ. നമ്മളാൽ ഇപ്പോൾ കുഞ്ഞുവിന് 10 ആളോട് പെരുമാറാൻ പറ്റും, സിന്ധു 5 ആളെ കാണും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വാസു വേറെ ആളെ കാണും, ഞാൻ 2 ആളെ കാണും. ഇന്നലെ ഓരോരുത്തർക്കും കഴിയാവുന്ന രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും ദിവസം 100 ആളെ കാണാനൊന്നും പറ്റില്ല. അപ്പം ജനകീയത എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. ആ ജനകീയത കൊണ്ട് മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ. അല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക, സ്വജനപക്ഷപാതത്തിലൂടെ ഓരോ പദവിയിലെത്തുക, ഇതൊക്കെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ഭംഗം വരുത്തും. ഒരുപാട് മനുഷ്യന്മാർ ഒന്നും നേടാനാവാതെ ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച് മരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. ഞാൻ ആൾക്കാരുടെ രാഷ്ട്രീയവും ഇടതുപക്ഷവും എന്നുള്ളതാണ് വിഷയം. വളരെയധികം പ്രസക്തിയുള്ളൊരു വിഷയം ഈ കാലഘട്ടത്തിൽ. ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഉടലെടുക്കുന്ന ചരിത്രമൊക്കെ MN റോയിയുടെ കാലഘട്ടം മുതൽക്കുള്ള ചരിത്രമൊക്കെ സഖാവ് ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, മതപരമായ മേഖലകളിലെ സംഭവ വികാസങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനും അതിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തിയായ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കും പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രാധാന്യമോ അതിൻ്റെ ഉള്ളടക്കമോ അറിയാൻ ശ്രമിക്കാത്ത ഒരു ജനതതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രവുമാണ് ഇന്ത്യ. രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നല്ല അർത്ഥം. രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഉള്ള പ്രവർത്തനമാണ്. ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊണ്ടത്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും സമരത്തിൻ്റെ മുൻപേയുള്ള കാലഘട്ടത്തിലും, എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അതിൻപേയുള്ള മുഗൾ കാലഘട്ടത്തിലുമെല്ലാം ഇവിടെ ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവവികാസങ്ങളൊക്കെ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള ദാർശനികമായിട്ടുള്ള ചില ചിന്താസരണികളുണ്ട്.
ആ ദാർശനിക ചിന്താസരണികളും അതിൻ്റെ ചിന്തോദീപകമായിട്ടുള്ള വശങ്ങളുമെല്ലാം മൊത്തത്തിൽ ഈ രാജ്യത്തിനെ മുഴുവൻ ഒരു ബഹുസ്വരതയുടെ ഭൂമികയാക്കി മാറ്റി. ആ ബഹുസ്വരതയുടെ ഭൂമികയെ ഇല്ലായ്മ ചെയ്യുവാനാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടം മുതൽ ശ്രമിച്ചത്. ഇപ്പം മുഗളന്മാരുടെ കാലഘട്ടത്തിലും അതിൻ്റെ മുൻപേ ഈ രാജ്യം ഭരിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ, ഹർഷൻ, കനിഷ്കൻ, കൃഷ്ണദേവറായ തുടങ്ങിയിട്ടുള്ള ലോകം കണ്ട ഏറ്റവും പ്രശസ്തരായ ചക്രവർത്തിമാർ, അവരൊക്കെ ഭരിക്കുന്ന കാലയളവിൽ അവരെ പ്രായോഗികവൽക്കരിച്ചത് വൈവിധ്യങ്ങളുടെ ഭൂമികയാണ്. ഇവരൊക്കെ വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽ വെച്ച് പുലർത്തിയിരുന്ന ചക്രവർത്തിമാരായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ സാമ്രാജ്യം പഴയ റോമാ സാമ്രാജ്യത്തിനേക്കാൾ വിസ്തൃതിയുള്ള സാമ്രാജ്യമാണെന്ന് ചില ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രഗുപ്തൻ്റെ പിൽക്കാലഘട്ടത്തിലുള്ള അധിപനാണ് അശോക ദ ഗ്രേറ്റ്. അശോകൻ ബുദ്ധമത വിശ്വാസിയാണ്. ചന്ദ്രഗുപ്തൻ ജൈനമത വിശ്വാസിയാണ്. പിന്നീട് വന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലഘട്ടം ഗുപ്തരാജ്യവംശം. അദ്ദേഹം ഇതിൽ രണ്ടിലും പെടുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ ഒരു ഹൈന്ദവ സിദ്ധാന്തർശനങ്ങൾ സ്വീകരിച്ചു. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യക്ഷ രൂപമുണ്ടായിരുന്നില്ല. റബീള താപ്പർ എഴുതുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ ചെന്നിട്ട് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനോട് ചോദിക്കും ഹിന്ദുമതത്തിനെ കുറിച്ച്. അപ്പോൾ വിക്രമാദിത്യൻ പറയും, അതെന്താ അങ്ങനെ ഒരു മതം ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലാണ് പണ്ഡിത ശിരോമണികൾ മുഴുവൻ ഉള്ളതെന്നാണ് കഥ. കാളിദാസൻ, ഭവഭൂതി, ധന്വന്തരി, ഭാണവട്ടൻ, വരാഹമികരൻ തുടങ്ങിയിട്ടുള്ള വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു. അപ്പം ആ കാലഘട്ടം ബഹുസ്വരതയുടെ കാലഘട്ടം. അശോകൻ കലിംഗ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൻ്റെ പ്രവാചകനായി ബുദ്ധമതം സ്വീകരിച്ചു. ഹർഷനും കനിഷ്കനും ഒക്കെ പിന്നീട് വന്നപ്പോൾ അവരൊക്കെ സമാധാനത്തിൻ്റെ പാതയിലൂടെ നീങ്ങി. കൃഷ്ണദേവറായ തെക്കേ ഇന്ത്യ കണ്ട വലിയ സാമ്രാജ്യാധിപതി, അദ്ദേഹവും ബഹുസ്വരതയെ കാത്തു സൂക്ഷിച്ചു. ഇവരൊന്നും ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടുകൾ എടുത്തിരുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ ഇന്ത്യ ഒരു ബഹുസ്വരതയുടെ മണ്ണാണ്. വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മനോഹാരിതയും. ആ വൈവിധ്യങ്ങളെ തകർത്താലല്ലാതെ, ഈ ബഹുസ്വരതയിൽ കൂടെ ഉണ്ടാകുന്ന ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിനെ തകർത്താലല്ലാതെ ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല എന്ന് ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ഭരണാധികാരി വർഗമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. ആ ബ്രിട്ടീഷുകാർ അതുകൊണ്ടാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് 190 കൊല്ലക്കാലഘട്ടത്തോളം ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിച്ചത്. അതിൻ്റെ ഫലം അവർക്ക് നേടാനായി. കാരണം ഇന്ത്യൻ ജനതയുടെ ഇടയിലുള്ള ഐക്യത്തിനെ മുഴുവൻ തകർത്തുകൊണ്ട് നാട്ടുരാജാക്കന്മാരെയും പ്രാദേശിക അധികാരികളെയുമൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അരികിലേക്ക് നിർത്തിക്കൊണ്ട് അവർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനെ പോലും പല ഘട്ടങ്ങളിലും അതിന് തുരങ്കം വയ്ക്കുന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ അത്തരത്തിലുള്ള ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനം 1885 കോൺഗ്രസ് രൂപീകരണത്തിന് ശേഷം പിന്നീട് മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടി 1915 മുതൽക്ക് 1947 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം സ്വീകരിച്ചത് ഈ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ പാത തന്നെയായിരുന്നു. അതിന് നെടുനായകത്വം വഹിച്ചത് രാഷ്ട്രപിതാവ് തന്നെ. പക്ഷെ രാഷ്ട്രപിതാവ് വരുന്നതിന് മുൻപ് ഈ ബഹുസ്വരതയെയും വൈവിധ്യങ്ങളെയും ഒക്കെ തകർക്കാൻ ആസൂത്രിതമായ പദ്ധതികൾ ഇട്ടിരുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ടായിരുന്നു. അവരിതാണ് ഇപ്പോഴത്തെ ഹിന്ദുത്വ ശക്തികൾ. ആ ഹിന്ദുത്വ ശക്തികളുടെ മുന്നിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. ഹിന്ദുത്വ ശക്തികൾ ഭീമാകാരമായ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യയിൽ. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും RSSൻ്റെ അവരുടെ മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളുടെ അനന്യമായ സ്വാധീനം ഇന്ത്യയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അധികം ചിന്തിക്കേണ്ട വസ്തുത, എങ്ങനെ ഈ പറഞ്ഞ യുഗപുരുഷന്മാർ മുഴുവൻ ജനിച്ച നാട്ടിൽ വലിയ വലിയ ചിന്തകളുടെയും വലിയ വലിയ ദർശനങ്ങളുടെയും
ആ ദർശനങ്ങൾ പിറന്നു വീണിട്ടുള്ള നാട്ടിൽ ഏറ്റവും സങ്കുചിതമായിട്ടുള്ള യാഥാസ്ഥിക ചിന്തയുടെ പ്രതിരൂപമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഇന്ത്യ ഭരിക്കാനിട വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രവർത്തനം ഉപരിപ്ലവമായിട്ട് നടത്തിയിട്ട് ഒരു കാര്യമില്ല. RSS ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. RSS ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നത് കടുത്ത ഹിന്ദുത്വ ആശയങ്ങൾ. അത് ഹിന്ദു മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇന്ത്യൻ ജനത അബദ്ധവശാൽ ധരിച്ചു വച്ചിരിക്കുന്നത് അവർ പറയുന്ന ഹിന്ദുത്വമാണ് ഹിന്ദു മതം എന്നുള്ളതാണ്. ഇതിന് തുടക്കമിട്ടത് ഗാന്ധിജിയുടെ വരവിന് മുൻപേ ഉള്ള കാലഘട്ടത്തിലെ ചില നേതാക്കന്മാരുണ്ടായിരുന്നു. ബാലഗംഗാധര തിലകനായിരുന്നു ഗാന്ധിജി വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആരാധ്യനായ പരമോന്നത നേതാവ്. ബാലഗംഗാധര തിലകൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്ന തിലകൻ. അതിന് തന്നെ ചിത്പവൻ ബ്രാഹ്മണനാണ് ബാലഗംഗാധരൻ. ഈ ചിത്പവൻ ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ ബ്രാഹ്മണനാണ് ചിത്പവൻ. RSSൻ്റെ തുടക്കം അവിടെ നിന്നാണ്. ആ ചിത്പവൻ ബ്രാഹ്മണന്മാർ ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ത്യക്കാർ ബഹുഭൂരിഭാഗവും ഐതിഹ്യങ്ങളിലും സാങ്കല്പിക കഥകളിലും കെട്ടുകഥകളിലും വിശ്വസിക്കുന്നവരെ. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. ആ ഐതിഹ്യങ്ങളെയും സാങ്കല്പിക കഥകളെയും വളച്ചൊടിച്ചും വ്യാഖ്യാനിച്ചും ദുർവ്യാഖ്യാനിച്ചുമാണ് ഹിന്ദുത്വ ശക്തികൾ രാജ്യം ഭരിക്കുന്നത്. പരശുരാമൻ എന്ന് പറയുന്നത് എല്ലാ യുഗത്തിലുമുള്ള അവതാര പുരുഷനാണ് ഹിന്ദു പുരാണ പ്രകാരം. ത്രേതായുഗത്തിലും കലിയുഗത്തിലും ദ്വാപരയുഗത്തിലും സത്യയുഗത്തിലും ഒക്കെ ഈ പരശുരാമനുണ്ട്. അവതാരങ്ങളിൽ ചിരഞ്ജീവി പരശുരാമൻ മാത്രമാണ്, വേറെ ആരുമില്ല. അപ്പം ഈ പരശുരാമൻ മംഗലാപുരത്തിൻ്റെ അടുത്തുള്ള കടൽ തീരത്ത് കൊങ്കൺ പ്രദേശത്ത് തപസ് ചെയ്യുന്ന സമയത്ത് ധ്യാനത്തിലിരിക്കുമ്പോൾ പരശുരാമൻ എന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ശക്തി പ്രാഗൽഭ്യമൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മെല്ലെ അദ്ദേഹം ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ കടൽ തീര പ്രദേശത്ത് 14 മൃതദേഹങ്ങൾ വന്നടിഞ്ഞു. ആ 14 മൃതദേഹങ്ങളെ അദ്ദേഹം എടുത്ത് ചിത കൂട്ടിയിട്ട് ആ ചിതയിൽ വെച്ച് ദഹിപ്പിച്ചു. അങ്ങനെ ദഹിപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് ആ ദഹിപ്പിച്ചവരെ ജീവിപ്പിച്ചു. അങ്ങനെ ചിതയിൽ വെച്ച് ദഹിപ്പിച്ച് അതിനെ ശുദ്ധീകരിച്ചു. അപ്പം മനസ്സിനെ ശുദ്ധീകരിക്കുക, ചിത് മനസ്സ്, പവൻ ഏറ്റവും ശുദ്ധീകരിച്ചു, അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ചു. അതാണ് ചിത് പവൻ ബ്രാഹ്മണന്മാർ. അങ്ങനെ ഈ 14 പേര് ജീവിപ്പിച്ചവരാണ് ചിത് പവൻ ബ്രാഹ്മണന്മാരായിട്ട് മാറിയത്. പരശുരാമൻ കൊടുത്ത പേരാണെന്നാണ് സങ്കല്പം. അതാണ് RSSൻ്റെ എല്ലാ പുസ്തകങ്ങളിലും പറയുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രമാണിമാരാണ്. ഞങ്ങളെ കവച്ചു വയ്ക്കാനുള്ളൊരു മനുഷ്യ വിഭാഗം ഇന്ത്യയിലില്ല, ലോകത്തിലുമില്ല. ആ ചിത്പവൻ ബ്രാഹ്മണനിൽ ഒരാളായിരുന്നു ബാലഗംഗാധര തിലകൻ. തിലകൻ അസാമാന്യ പണ്ഡിതനാണ്. ജയിലിൽ കിടക്കുന്ന സമയത്താണ് വിശ്വപ്രസിദ്ധമായ ഗീതാരഹസ്യം എന്നുള്ളൊരു പുസ്തകം എഴുതിയത്. ഭഗവത്ഗീതയുടെ രഹസ്യം അടങ്ങുന്ന എന്താണ് ഭഗവത്ഗീത എന്ന് ഒരൊറ്റ പുസ്തകവും റെഫർ ചെയ്യാതെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിയ ആളാട്ടോ ബാലഗംഗാധര തിലകൻ. 6-7 കൊല്ലം ജയിലിൽ കിടന്നപ്പോൾ ഒരു പുസ്തക റെഫറൻസും കൂടാതെ പഴയത് വായിച്ച് എത്രയോ 100 കണക്കിന് പേജുകളുള്ള ഗീതാരഹസ്യം എടുത്ത് എഴുതിയ ആളാണ് അസാമാന്യ പണ്ഡിതനായ ബാലഗംഗാധര തിലകൻ. പക്ഷെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. എന്നാൽ ഇപ്പോഴത്തെ പോലെ ഒരു ആക്രോശവും അട്ടഹാസവും ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ചിത്പവൻ ബ്രാഹ്മണന്മാര് അവരുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്, അവര് സമൂഹത്തിൽ സാംസ്കാരിക രംഗത്തും ആശയരംഗത്തും ഏറ്റവും വലിയ ആധിപത്യം ചെലുത്തണമെന്നും സാംസ്കാരിക രംഗത്തും ആശയപരമായ രംഗത്തും ആധിപത്യം ചെലുത്തിയിട്ട് അവർ പറയുന്ന ആശയങ്ങളെ ജനകോടികളുടെ മസ്തിഷ്കത്തിലേക്ക് ഇറക്കിയാൽ പിന്നെ രാജ്യഭരണം എളുപ്പമാണെന്ന് അവരെക്കാൾ കൂടുതൽ അറിയാവുന്നവരില്ല. അതെയാണ് ഫാസിസ്റ്റിൻ്റെ തന്ത്രമത. ഫാസിസ്റ്റുകൾ എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുക. രാഷ്ട്ര അധികാരം പിടിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം സാംസ്കാരിക രംഗത്തിലൂടെ, വിദ്യാഭ്യാസ രംഗത്തിലൂടെ, ആശയരംഗത്തിലൂടെ ജനങ്ങളുടെ മനസ്സിനെ പിടിച്ചെടുക്കുക. അതാണ് ഇപ്പം ഇന്ത്യയിൽ 10 കൊല്ലമായിട്ട് ഇവർ ഭരിക്കാനിടയായത്.
അതാണ് ഇടതുപക്ഷം ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ടതും അതിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം നടത്തേണ്ടതും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളർന്നത് ആശയപ്രചരണത്തിലൂടെയാണ്, ബോധവൽക്കരണത്തിലൂടെയാണ്, സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ്, നാടകങ്ങളിലൂടെയാണ്, പാട്ടുകളിലൂടെയാണ്, കഥകളിലൂടെയാണ്. ഇന്ന് സാംസ്കാരിക രംഗത്തിന് ആർക്കും വേണ്ട, ഇടതുപക്ഷത്തിനടക്കം. അതൊക്കെ നമ്മൾ മാനസികമായിട്ട് ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. ആശയപരമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രബോധനം നടത്താതെ സമൂഹത്തിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് സാധ്യമല്ല. രാഷ്ട്രീയ വശവും സംഘടനാ വശവും ഒരുമിച്ച് കൊണ്ടുപോകണം. തിയറി വിത്തൗട്ട് പ്രാക്ടീസ് ഈസ് സ്റ്റെറൈൽ എന്ന് പറഞ്ഞത് ജോസഫ് സ്റ്റാലിനാണ്. പ്രായോഗികവൽക്കരണമല്ലാത്ത സിദ്ധാന്തം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നാ സ്റ്റാലിൻ പറഞ്ഞത്. രണ്ടും ഒപ്പം കൊണ്ടുപോകണം. കേദാമോദരൻ പണ്ട് പറയും, സർക്കുലറിലൂടെയല്ല വിപ്ലവം വരിക, ആശയത്തിലൂടെയാണ്. അതിന് ആശയപ്രചരണം നടത്തൂ സഖാക്കളെ എന്നാ പറയാൻ. ഇന്ന് അതൊക്കെ നമ്മൾ മറന്നുപോയി. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സഖാക്കൾ ഇതൊക്കെ ആത്മപരിശോധന നടത്തണം. ഈ തിലകൻ തുടങ്ങി വെച്ചതാണ് ഈ ആശയപ്രബോധനം, അവരുടേതായിട്ടുള്ള ചിന്തകൾ. അങ്ങനെയുള്ള ചിന്തകൾ വ്യാപരിച്ചപ്പോൾ പിന്നെ ഈ ചിത്പാവൻ ബ്രാഹ്മണന്മാർ ഈ കൊങ്കൺ പ്രദേശത്ത് നിന്ന് കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാരെന്നവരെ വിളിക്കുക. സാധാരണ ബ്രാഹ്മണന്മാരെ ദേശസ്ഥ ബ്രാഹ്മണന്മാരെന്ന് വിളിക്കും, അതാത് ദേശത്തിലുള്ളവർ. ആ കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാർ അവിടെ നിന്ന് കുടിയേറി പൂനെയിലേക്ക് എത്തി. പൂനെയിലേക്ക് എത്തിയപ്പോഴും അന്ന് പൂനെ ഭരിച്ചിരുന്ന ഛത്രപതി ശിവജി, മറാഠ സാമ്രാജ്യത്തിൻ്റെ അധിപൻ. ആ ഛത്രപതി ശിവജി നമ്മൾ ഇവര് പറയുന്നത് പോലെ ഈ ഏകശിലാരൂപത്തിൽ ഭരിച്ച ആളൊന്നുമല്ല. ഛത്രപതി ശിവജി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് നടന്നിരുന്നൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഇവരെയും ഉൾപ്പെടുത്തി മറ്റു മതസ്ഥരെയും ഉൾപ്പെടുത്തി അങ്ങനെയുള്ള മന്ത്രിസഭയൊക്കെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. ആ ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാർ അവിടെ എടുത്തെന്ന് രാഷ്ട്രീയാധിപത്യത്തിലേക്ക് വരുന്നത്. ആ രാഷ്ട്രീയാധിപത്യത്തിലേക്ക് വരുന്ന ചിത്പാവൻ ബ്രാഹ്മണന്മാരിലെ ഒരാളായിരുന്നു ആദ്യം പേഷ്വ ആയിട്ട് മാറുന്നത്. പേഷ്വ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി, മറാഠ ഭരണകൂടത്തിൻ്റെ പ്രധാനമന്ത്രി. പേഷ്വമാർ മുഴുവൻ ചിത്പാവൻ ബ്രാഹ്മണന്മാരായി. ബാൽരാജ് ഘട്ട് എന്നൊക്കെ പറയുന്ന വലിയ ചിത്പാവൻ ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. അവരന്നു മുതൽ തീരുമാനിച്ചു, ആശയവും വേണം, ഭരണവും വേണം, സമ്പത്തും വേണം, രാഷ്ട്രത്തിൻ്റെ അധികാരവും വേണം, രാഷ്ട്രത്തിൻ്റെ സമ്പത്തും വേണം, രാഷ്ട്രത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആധിപത്യവും ഞങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാതുർവർണ്ണ സംസ്കൃതിയെ മുഴുവൻ അവർ ഈ രാജ്യത്ത് മുഴുവൻ വ്യാപരിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തവർ, ഞങ്ങളാണ് അത്യുന്നതർ എന്നുള്ള ഇത് അവർ മറ്റുള്ള ബ്രാഹ്മണനോട് പറഞ്ഞു പഠിപ്പിച്ചു, വൈശ്യ ക്ഷത്രിയ ശൂദ്രന്മാരോടും പറഞ്ഞു. മറ്റുള്ള മതവിഭാഗങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പം ആ മറ്റുള്ള മതവിഭാഗങ്ങളോട് ഇപ്പം നമുക്ക് കാണുന്നുണ്ട് എത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് RSS കൈക്കൊള്ളുന്നതെന്ന്. പക്ഷേ ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗത്തിനെ ഒരുപാട് ദൂരെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഈ ബ്രാഹ്മണാധിപത്യം തന്നെ നിലനിന്നത്. ആ ബ്രാഹ്മണരെ പോലും ദൂരെ മാറ്റി നിർത്തിയവരാണ് ചിത്പാവൻ ബ്രാഹ്മണന്മാർ. RSSന്റെ ഇപ്പോഴത്തെ തലവൻ മോഹൻ ഭാഗവത്, RSSന്റെ എല്ലാ തലവന്മാരെയും എടുത്തു നോക്കൂ. 925 ഹെഗ്ഡേവാർ, വാലെ സാഹേബ് ദേവറസ്, ഗോൾവാൾക്കർ ദേവറസ്, അങ്ങനെ 9 തലവന്മാരുണ്ടായിട്ടുണ്ട്. ഇതില് ഈ ബാലെ സാഹേബ് ദേവറസ് എന്ന് പറയുന്ന തലവൻ ഒഴികെ ബാക്കി എല്ലാവരും ചിത്പാവൻ ബ്രാഹ്മണന്മാരാണ്. അതുകൊണ്ടാണ് ഞങ്ങളാണ് അത്യുന്നതർ, ഞങ്ങളാണ് ഏറ്റവും വലിയ ആധിപത്യത്തിലിരിക്കേണ്ടവർ, ഞങ്ങൾ ചക്രവർത്തിമാരെക്കാൾ ഉയർന്നവരാണ് എന്നാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ള ദർശനങ്ങൾ മുഴുവൻ. ആ ചിത്പാവന്റെ കാരണം, ഈ ചിത്പാവനെ സൃഷ്ടിച്ചതാരാ? പരശുരാമൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ. കോൺസെപ്റ്റ്, ആ ചിന്ത ഇപ്പോഴും പുലർത്തുന്നുണ്ട് RSSന്റെ മേൽത്തട്ടിലുള്ള എല്ലാവരും. അതാണ് ഈ ചാതുർവർണ്ണത്തിനെ വിടാതെ പിടികൂടിയിരിക്കുന്നത്. ചാതുർവർണ്ണം ഇന്ത്യയിൽ നിന്ന് പോയാൽ മാത്രമേ ഹിന്ദുമതം രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ബാബ അംബേദ്കർ. ഞാൻ 1000 പ്രാവശ്യം മനുസ്മൃതി കത്തിച്ചാലും ഹിന്ദുമതം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. കാരണം അത്രമാത്രം ജാതിയുടെ ഭീകരത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അന്നും അതെ, ഇന്നത് കൂടിയെന്നല്ലാണ്ട് കുറഞ്ഞിട്ടില്ല.
അത് ഇടതുപക്ഷ പ്രവർത്തകന്മാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ത്യ രാജ്യത്ത് ഈ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇടയാകുന്നത് ഉപരിപ്ലവമായ ചിന്താഗതികൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, യുക്തിരഹിത ചിന്തകൾ, അശാസ്ത്രീയമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഈ രാഷ്ട്രത്തിൽ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നതും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നത് കൊണ്ടുമാണ് ഇവരുടെ ആധിപത്യം നിലനിൽക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് പുരാണങ്ങളും മറ്റുള്ള കഥകളുമെല്ലാം. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. രാമായണത്തിനെ അവർ ഉപയോഗിക്കുന്നു. അവർ ഈ 10 കൊല്ലം അധികാരത്തിലിരുന്നതും വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്നതും രാമായണത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. സമഗ്രമായി അഗാധതയിൽ ചെന്ന് പരിശോധിച്ചു നോക്കൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇന്ത്യൻ ജനതയുടെ മതവിശ്വാസത്തിനെ എങ്ങനെ മുതലെടുക്കണമെന്ന് കൃത്യമായിട്ട് ഫാസിസ്റ്റുകൾക്കറിയാം. ഹിറ്റ്ലറും മുസോളിനിയും ചെയ്തത് അത് തന്നെയാണ്. അപരനെ സൃഷ്ടിക്കുന്ന സമൂഹത്തിനെ ഉണ്ടാക്കുക. അപര സമൂഹത്തിൻ്റെ നിർമ്മിതിയിലൂടെ മാത്രമേ ഫാസിസം നിലനിൽക്കുള്ളൂ എന്ന് ഹിറ്റ്ലർക്ക് കൃത്യമായിട്ടറിയാം. ഗീബൽസിനോട് അതാണ് ഹിറ്റ്ലർ പറഞ്ഞത്. ഇവിടെ പഴയ സ്മാരകങ്ങൾ ബെർലിൻ പട്ടണത്തിലും മ്യൂണിച്ച് പട്ടണത്തിലും എല്ലാം ഉണ്ട്, അതൊക്കെ തകർത്ത് കളയുക. എൻ്റെ പേരിലുള്ള സ്മാരകങ്ങൾ മാത്രം മതി. കഷ്ടി 300-ൻ്റെ അടുത്തുള്ള സ്മാരകങ്ങളെ ഗീബൽസ് തകർത്തുവിട്ടു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്, 2ാം ലോക മഹായുദ്ധത്തിന് മുൻപേ. അതേ പാതയാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി തുടരുന്നത്. പുതിയ അമ്പലം, പുതിയ പാർലമെന്റ് ഒക്കെ എൻ്റെ സ്മരണകൾ മതി വരും തലമുറ ഓർക്കാൻ. ഇതൊക്കെ ഒരു തുടർച്ചയാണ്. ഈ പ്രവർത്തികൾക്കെതിരെയാണ് ഇടതുപക്ഷം ബോധപൂർവമായ പ്രചരണം നടത്തേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ വിഭാഗമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവർത്തകർ. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് സിദ്ധാന്തമാണ്. മാനവ വിമോചനത്തിൻ്റെ ദർശനമാണ് മാർക്സിസം. മനുഷ്യനെ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന് ലോകത്തിൽ ഇത്രമാത്രം അഗാധതയിൽ പറഞ്ഞൊരു സിദ്ധാന്തം ലോകത്തിലില്ല. പിടിച്ചുപറിക്കാരെ പിടിച്ചുപറിക്കാനാണ് മാർക്സ് പറഞ്ഞത്. എക്സ്പ്രോപ്രിയേറ്റ് ദ എക്സ്പ്രോപ്രിയേറ്റേഴ്സ്. പിടിച്ചുപറിക്കാരെ പിടിച്ചുപറിക്കുക. അങ്ങനെ എത്രയെത്ര വചനങ്ങൾ. മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രമാണെന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. ലോകത്തിൽ ഒരു ആചാര്യനും അത് പറയാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനും മാറണം, സഖാവും മാറണം. മാറിക്കൊണ്ടിരിക്കുന്നൊരു മനസ്സ് വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാനല്ല പറഞ്ഞത്. ചിന്തയിൽ, പ്രവർത്തന രീതിയിൽ, വാക്കുകളിൽ, അങ്ങനെ എല്ലാറ്റിലും സമൂലമായി കാലഘട്ടത്തിനനുസരിച്ച് മാറുക, പുതിയ ലോകത്തിനെ കണ്ടെത്തുക, പുതിയ ജനവിഭാഗങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മാത്രമേ ഫാസിസത്തിനെ തകർക്കാൻ പറ്റുള്ളൂ എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദൗത്യം അതാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുക. ഇന്ന് എന്തുകൊണ്ട് ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിൻ്റെ മൗലികവാദികളുടെ കീഴിൽ ജനങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹിന്ദുത്വ ശക്തികൾ പുരാണങ്ങളെ ഉപയോഗിക്കുന്നു, സാങ്കല്പിക കഥകളെ ഉപയോഗിക്കുന്നു. മറ്റു മതങ്ങളിലെ ശക്തികളും വിശുദ്ധ ഖുർആനെയും ബൈബിളിനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വിഷലിപ്തമായ സിദ്ധാന്തങ്ങൾ പരത്തുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ഒരാൾ പറയാൻ, അപ്പോൾ വേറൊരാൾ പറയും ഹിന്ദുത്വമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം, ഹിന്ദു രാഷ്ട്രവാദം, ബാക്കിയൊന്നും ഇവിടെ വേണ്ട. ഇങ്ങനെ പറയുമ്പോൾ സംഘർഷഭരിതമായ ഭൂമിയാക്കി മാറ്റി. 47-ലെ വിഭജനം നമ്മൾ കണ്ടതാണ്, നമ്മുടെ പൂർവികർ കണ്ടതാണ്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും. ആ വിഭജനത്തിൻ്റെ ഫലമായി ആയിരക്കണക്കിന് മനുഷ്യന്മാർ ലോഡിൽ ചത്തുവീഴുന്ന കാഴ്ച കണ്ടിട്ടാണ് മഹാത്മാഗാന്ധി നവഖാലിയുടെ തെരുവീതികളിലൂടെ നടന്നത്. ആ വൃദ്ധനായ മനുഷ്യൻ ഈ കബന്ധങ്ങൾ കുന്നുകൂടിക്കിടക്കുന്ന തെരുവീതികളിൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലൂടെ നടക്കുമ്പോൾ കേവലം 3-4 പേരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഒരു റാന്തൽ വിളക്കം പിടിച്ചിട്ടാണ് അദ്ദേഹം നടന്നത്. കഴുകന്മാരും ചെന്നായ്ക്കളും ഒക്കെ ഈ മാംസപിണ്ഡങ്ങൾ കൊത്തിപ്പെറുക്കാനും മുഴുകി ചോര നക്കി തുടയ്ക്കാനൊക്കെ പോകുമ്പോൾ ഗാന്ധിജി നടന്നു പോവുക. അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ ഗാന്ധി ഇരുന്നിട്ടില്ല. അവിടെ ദേശീയ പതാക ഉയർത്തുകയാണ് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രി. 47 ഓഗസ്റ്റ് 14 രാത്രി അർദ്ധരാത്രി 12 മണിക്ക് ഇവിടെ രാഷ്ട്രപിതാവ് തെരുവീതികളിലൂടെ നടക്കുക. അന്ന് തുടങ്ങി ഈ ഹിന്ദുത്വവാദത്തിൻ്റെ ഭീകരത.
ആ വിഭജനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഇവിടെ കൊണ്ടുവന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം അതൊക്കെ ഒരു പെട്ടെന്ന് 47 ആഗസ്റ്റ് 14 ഉള്ളതല്ല അതൊന്നും. പക്ഷേ നമ്മൾ ഈ കാണേണ്ട വിഷയം, ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ രീതിയിൽ ചാതുർവർണ്ണ സംസ്കൃതിയെ ഇവിടെ അരക്കെട്ടുറപ്പിക്കുന്നു. അതിനവരെന്താ ചെയ്യുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞ പുരാണങ്ങളുടെ ദുർവ്യാഖ്യാനം, മറ്റൊന്ന് ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനം, 3 വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവരുടേതായിട്ടുള്ള സിലബസുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി വേണ്ട, പണ്ഡിറ്റ് നെഹ്റു വേണ്ട, മൗലാന ആസാദ് വേണ്ട, ഇതൊക്കെ വളരെ ഗഹനമായ ആസൂത്രിതമായ പദ്ധതികളാണ്. ഇതൊന്നും നിസ്സാരവൽക്കരിക്കണ്ട. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഇതൊക്കെ പഠിപ്പിക്കുമെന്ന് പറയാൻ ഒരു ചങ്കൂറ്റം കാണിച്ച ഒറ്റ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ, ഇടതുപക്ഷ മുഖ്യമന്ത്രി. അതൊരു ദീർഘദർശിത്വത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരൻ വിഭാവന ചെയ്യും. നമ്മൾ നമ്മുടെ മക്കളോട് ഇന്ത്യൻ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ഏറ്റവും ബോധപൂർവമായ ശ്രമം നടത്തണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്, ദർശനം ഉണ്ടാകുന്നത്, ഒരു സാമൂഹിക പ്രസ്ഥാനം ഉണ്ടാകുന്നതും പരിണമിക്കുന്നതുമെല്ലാം ചിന്തകളിലൂടെയാണ്. ആ ചിന്തകളെ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. ഇന്ന് ലോകത്തിലെ 32 രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് വലതുപക്ഷ ഫാസിസ്റ്റ് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും. എങ്ങനെ ലോകം അങ്ങനെയായി? ഇന്ന് ലോക ജനതയിൽ പുതിയ കണക്കനുസരിച്ച് നോവൽ യുവാൽ ഹരാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ചരിത്രകാരൻ, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പുസ്തകം അദ്ദേഹം റിലീസ് ചെയ്തിരിക്കുന്ന നെക്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ലോക പ്രശസ്ത പുസ്തകം 2 മാസം മുമ്പേ പബ്ലിഷ് ചെയ്തു. ഹരാരിയുടെ ലോകം ഇങ്ങനെ വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പൊന്തി വരികയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ മനുഷ്യന്മാർക്ക് ഏകാധിപത്യത്തിന് വലിയ ഇഷ്ടമാണ്, ജനാധിപത്യത്തിനോടൊന്നും ആർക്കും താല്പര്യമില്ല ഈ ലോകത്തിൽ. അവിടെയാണ് അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഗോൾവാൾക്കറും ഹെഗ്ഡേവാറും. എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? മതേതര ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ സമയത്ത് ഫാസിസ്റ്റുകൾ എന്താ ചെയ്യുക? മുകളിൽ നിന്നുള്ള അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ നിന്ന് അവർ ജനങ്ങളിലേക്ക് സന്ദേശം കൊടുത്തുകൊണ്ട് ആ ജനങ്ങളെ അവർ സമരത്തിൻ്റെ പന്ഥാവിൽ അണിനിരത്തും. ആ ജനങ്ങളെ സമരത്തിൻ്റെ പന്ഥാവിൽ അണിനിരത്തുന്നതിന് സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടോ മറ്റുള്ളതൊന്നുമല്ല, ജനങ്ങളെ ഇളക്കി മറിക്കും മതപരമായിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങാൻ. പള്ളികൾ പൊളിക്കുക, മറ്റാൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭക്ഷണത്തിൻ്റെ രീതിയിൽ, വസ്ത്രത്തിൻ്റെ രീതിയിലൊക്കെ ഉള്ള പ്രക്ഷോഭങ്ങൾ. അപ്പോൾ അതൊരു ജനാധിപത്യ പ്രസ്ഥാനമായിട്ടെന്ന് അവർ വിശേഷിപ്പിക്കും. കാരണം ആയിരങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. കാരണം അത് ജനകീയ പ്രസ്ഥാനമാണെന്ന് RSS പ്രഖ്യാപിക്കും. അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു നടപടി ആർക്കെങ്കിലും എതിരായിട്ടുണ്ടായിട്ടുണ്ടോ? ആൾക്കൂട്ട കൊലപാതകത്തിലോ, ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലോ, വേഷം ധരിച്ചതിൻ്റെ പേരിലോ? ഇതാണ് ഫാസിസ്റ്റ് ടെക്നിക്. അതിനെതിരായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തണ്ടേ? മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എളുപ്പപ്പണിയൊന്നും അല്ല അത്. സാമ്പ്രദായികമായ സമരങ്ങൾ കൊണ്ടൊന്നും ഒരു ഫാസിസത്തിനെയും പരാജയപ്പെടുത്താൻ പറ്റില്ല. യാതൊരു സംശയവുമില്ല. ലോക ചരിത്രം നമ്മളോട് പറയുന്നുണ്ടത്. അസന്നിഗ്ധമായ പോരാട്ടത്തിൻ്റെ കാലഘട്ടമാണിത്. അത് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരുന്നത്. രണ്ടാമത്തെ ഒരു സ്വഭാവം എന്താ അവർ കാണിക്കുന്നത്? ഭരണകൂടത്തിൻ്റെ അധികാരം. ആ ഭരണകൂടത്തിൻ്റെ അധികാരം പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കേന്ദ്ര ഭരണകൂടമായാലും മറ്റുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളൊക്കെ ഭരണകൂടത്തിൻ്റെ അധികാരം പ്രയോഗിക്കുന്നതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഭരണകൂടത്തിൻ്റെ അധികാരം ഇപ്പോൾ 1.25 കൊല്ലമായിട്ട് മണിപ്പൂരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. 100 കണക്കിന് മനുഷ്യന്മാരാണ് മരിച്ചത്. ഒരാളും ഉണ്ടെന്നുണ്ടോ ഇന്ത്യയിൽ? ഇടതുപക്ഷ നേതാക്കന്മാർ അവിടെ 5-6 തവണ പോയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തി, പ്രക്ഷോഭം നടത്തി, അവരോടൊപ്പം ഇരുന്ന് അവരുടെ സമാശ്വസിപ്പിച്ചു എന്നല്ലാതെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവടക്കം ഒരു പ്രാവശ്യം പോയത് അവിടെ. അപ്പൊ ഭരണകൂടത്തിന്റെ അധികാരം പ്രയോഗിക്കുമ്പോൾ ആ അധികാര പ്രയോഗത്തിലാണ് ഇന്ത്യൻ ജനത താല്പര്യപ്പെടുന്നത്. എന്നാൽ മാർക്സിസ്റ്റ് സിദ്ധാന്ത പ്രകാരം ഏറ്റവും വലിയ അധികാരം ആർക്കാ? ഏറ്റവും വലിയ അധികാരം ജനങ്ങൾക്ക്, ജനകീയ അധികാരം.
ആ ജനകീയ അധികാരത്തിന് 2ാം സ്ഥാനവും ഭരണകൂടത്തിന്റെ അധികാരത്തിന് 1ാം സ്ഥാനവുമുള്ളൊരു രാഷ്ട്രമായി ഇന്ത്യ മാറ്റപ്പെട്ടു സ്വാതന്ത്ര്യ സമരത്തിൽ, പ്രത്യേകിച്ച് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിന് ശേഷം. അപ്പൊ എല്ലാവരും നോക്കുന്നത് ഭരണകൂടം എന്ത് ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരായിട്ട് ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥ ജനസഞ്ചയത്തിന്റെ അധികാരശക്തി. ആ ജനസഞ്ചയ അധികാരശക്തി വളർത്തിക്കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തരവാദപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ ജനസഞ്ചയ അധികാരത്തിന്റെ ശക്തി വളർന്നുവല്ലാതെ ഫാസിസത്തിനെ എതിർക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഒരു ഈ ആധുനിക ടെക്നോളജി വന്നതിന് ശേഷം ഈ നെക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഹരാരി പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപരണത്തോട് കൂടിയിട്ട് ലോകത്തിന് പുരോഗമനപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിവിനാശകരമായിട്ടൊരു ദിശയിലേക്ക് ലോകം പോകുന്നത് നമ്മളെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം. എന്തും നടക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലെബനനിൽ ഇസ്രായേലി ഗവൺമെന്റ് യുദ്ധം ചെയ്തത്. ഇസ്രായേലി പട്ടാളം പോയിട്ടല്ല യുദ്ധം ചെയ്തത്. 100 കണക്കിന് പേജറിലൂടെ, മൊബൈൽ ഫോണിലൂടെയാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നത്. ഇപ്പൊ യുദ്ധം ചെയ്യാൻ സൈന്യം പോണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്